ഈ ഒരു പൂ കണ്ടോ? ഇതേത് ചെടിയുടെ പൂവാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് റോസാപ്പൂവാണെന്ന്. പക്ഷേ ഇത് റോസാപ്പൂ അല്ല. ഇതൊരു ചെടിയിലുണ്ടാവുന്ന പൂവല്ല, ഒരു മരത്തിലുണ്ടാവുന്ന പൂവാണ്. ഇത് കാണാൻ തന്നെ ഇതിൻ്റെ ഇതളുകൾക്കൊക്കെ നല്ല കട്ടിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ? ഇതാ ഇങ്ങനെ എന്താണ് സർപ്പം വാ പൊളിക്കുന്നത് പോലെയുള്ള സർപ്പത്തിൻ്റെ പത്തി പോലെ തോന്നും. ഇതിൻ്റെ പേരാണ് നാഗലിംഗ മരം എന്ന് പറയും. അപ്പം ആ മരമാണ് ദേ ഈ കാണുന്നത് കേട്ടോ. ഈ മരത്തിലുണ്ടാവുന്ന പൂവാണ് ഈ ഒരു നാഗലിംഗത്തിൻ്റെ പൂവ്. ദേ ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഫുള്ള് ഇങ്ങനെ ഉണ്ടാവാനുള്ള കായ്കളാണ്. അതിപ്പോൾ തന്നെ മൊട്ടാണ്. ആ മൊട്ടിപ്പോൾ വിരിഞ്ഞു വരും. അധികം നാൾ നിൽക്കില്ല, പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും. പക്ഷേ ഉണ്ടല്ലോ, ഒരു രക്ഷയിൽ ഭയങ്കര സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. നമ്മളെന്താണ് റോസാപ്പൂവോ പനിനീർ പൂവോ അങ്ങനെയൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ കായ ഉണ്ടല്ലോ, ആ കായ ശ്രദ്ധിച്ചാൽ അറിയാം. ആ കായ നമ്മൾ പണ്ട് കാലത്തെ പീരങ്കി ഉണ്ടയില്ലേ, ഭയങ്കര വലുതായിട്ടില്ലേ, ആ പീരങ്കി ഉണ്ടയുടെ ഷേപ്പിലാണ് കിടക്കുന്നത്. അതിൻ്റെ പുറന്തോടിന് ഭയങ്കര കട്ടിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളു ഭയങ്കര സോഫ്റ്റാണ്. അതിനുള്ളിലാണ് ഇതിൻ്റെ വിത്തുള്ളത്. ഒരു കായ്ക്കുള്ളിൽ ഏകദേശം ഒരു 65ഓളം വിത്തുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് തേനീച്ചകളെയൊക്കെ ഒരുപാട് ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പരാഗണം നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ മുഴുവൻ താഴെ കിടക്കുന്നത് മുഴുവൻ ഇതിൻ്റെ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞ് കിടക്കുന്നത് മാതിരിയാണ് ഇതിൻ്റെ ഇതളുകൾ പൊഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇതിന് നാഗലിംഗ മരം എന്ന് പറയാനുള്ളൊരു കാരണം. നമ്മുടെ ശിവക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മരം വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. കാരണം ഇതൊരു പുണ്യ മരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാരണം ശിവപൂജയ്ക്കൊക്കെ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം കൊണ്ട് നമ്മളൊരു സുഗന്ധദ്രവ്യമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. നമ്മളെന്താണ് നമ്മുടെ സർപ്പക്കാവുകളിലൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് തെക്കേ അമേരിക്ക, അതേപോലെ തന്നെ കരീബിയൻ നാടുകളിലേക്ക് മഴക്കാടുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വന്നതിന് ശേഷം ഇപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ് ഈ ഒരു നാഗലിംഗ മരം എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.